പണ്ട് 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 ഒരു പട്ടണത്തിലെ ഒരു ആശുപത്രിയിൽ ഒരേ ദിവസം ഒരേ സമയം 3 ആൺകുട്ടികൾ ജനിക്കുകയുണ്ടായി. ഇതാ ആ കൈക്കുഞ്ഞുങ്ങളെയും എന്തി അവരുടെ കുട്ടികളല്ല കേട്ടോ, ദൈവത്തിന്റെ സ്വന്തം മാലാഖമാർ മന്ദം മന്ദം നടന്നു വരുന്നു. ഇവരാണ് ഈ കഥയിലെ 3 രാജാക്കന്മാർ. ഇത് നിലമ്പൂർ കൃഷ്ണപുരം കൊട്ടാരം. സാമൂതിരി രാജവംശത്തിലെ ഇളയ തലമുറയിൽപ്പെട്ട 3 സഹോദരങ്ങൾ. അവർക്ക് ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ ഒരേ സമയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച 3 ആൺപുലികൾ. ഇങ്ങനെ ജനിച്ചതുകൊണ്ടോ അതോ ഒത്തുചേരാത്ത കാന്തങ്ങളെ പോലെ ഈ 3 ജനിച്ചു വീണ നിമിഷം മുതൽ തമ്മിൽ ചേരാ പാരകളായി. ഈ ജാതകദോഷം കൊണ്ടുള്ള കുഴപ്പം മാറ്റാനും ഇവർ വളരുമ്പോൾ ഒരുമിച്ച് നിൽക്കാനും മുത്തച്ഛൻ തമ്പുരാൻ സ്വത്തുവകകളെല്ലാം 3 ചെറുമക്കളുടെയും പേരിൽ ഒരുമിച്ച് എഴുതി വെച്ചു. ഹരിശ്രീ ഗണപതിയേ നമഃ. ഒരു പ്രശ്നവുമില്ല, ഉത്തമല്ലേ? തൊട്ടക്കത്തിലൊരു ഇത്തിരി അത് കാര്യാക്കണ്ട. ത്രിമൂർത്തികളാ ഇവര്, ത്രിമൂർത്തികൾ. അത് കാര്യാക്കണ്ട. ബാലചാബല്യം ഒരു 10 വയസ്സങ്ങ് കഴിഞ്ഞോട്ടെ. എന്തേ? എനിക്ക് പാടാനൊരു പാട്ടിലുണ്ടൊരു പെണ്ണ്. എനിക്ക് വലിയ മസലൊന്നുമില്ല, ശബ്ദഗാംഭീര്യമില്ല. പക്ഷെ എല്ലാരും പറയുന്നത് ഞാൻ ഒരു സ്റ്റാർ ആവുന്ന. ഒരു സ്റ്റാറിന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു മിനിറ്റേ, ഓരോരുത്തർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, IPL കമ്മീഷണർ ആവണം എന്നൊക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്റെ ഹാപ്പി ഹസ്ബൻഡ് ആകണം. രാജമല്ലി വിടരുന്ന പോലെ ഇതനെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം. എല്ലാരും എന്നെ ചോക്ലേറ്റ് ബോയ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ എന്റെ ചോക്ലേറ്റ് നീയാണ്. അറിയുകില്ല നീ ആരാരോ. ഒരു 16 വയസ്സിനപ്പുറം പോവില്ല. ഏറിയ ഒരു 18, ഒരു 20, മുട്ടിപ്പോയ ഒരു 24, 25 വയസ്സിനപ്പുറം പോകാൻ ഒരു വഴിയില്ല. ഈ വാശി കാരണവും പിന്നെ അച്ഛൻ തമ്പുരാന്മാരുടെ ചില പിടിപ്പുകേടുകൾ കാരണവും കൊട്ടാരവും സ്വത്തുവകകളും ജപ്തിയുടെ വക്കിലെത്തി. കൊട്ടാരം തനിക്കു മാത്രമായി തിരിച്ചു പിടിക്കുവാനും സ്വന്തം നിലയിൽ കോടീശ്വരന്മാരാകാനും 3 യുവരാജാക്കന്മാരുടെ പടയൊരുക്കം തുടങ്ങി. ഇവരെന്താ പറഞ്ഞത്? എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച രാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന്. ഓ എടാ ഗോപി മഞ്ചൂരിയന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല, അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനി അണ്ണന്റെ കളി വേറെ റേഞ്ചിലാണ്. യാഹൂ. കൊട്ടാരത്തിലെ ജ്യേഷ്ഠൻ തമ്പുരാന്റെ മകനാണിയ. പേര് ഭാസ്കരൻ ഉണ്ണിരാജ. കളിച്ച് കളിച്ച് കോടികൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കക്ഷി. ധോണിയെ നേരിൽ കാണുമ്പോൾ സംസാരിക്കാൻ ഹിന്ദി പാർട്ട് ടൈമായി പഠിക്കുന്നുമുണ്ട്. മോനെ പാക്കര, നിന്റെ IPL ഞാനിന്ന് കലക്കി തരാടാ. കൈ കഴുകാത്ത നന്നായി. സർ കൂൾ ഡ്രിങ്ക്, സർ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. കൂൾ ഡ്രിങ്ക് സർ. സർ തണുത്ത കൂൾ ഡ്രിങ്ക് സർ. താങ്ക് യു. ആയിക്കോട്ടെ.
Okay, here we go. Yeah. Once upon a time, in a small little place, there were three little rascals. Your name, please? Four. They started and we started kicking. Three of them were gone up in. Why don't you face the baller, man? IPL സെലക്ഷനിടയിൽ സുശാന്തിനെ വീണ്ടും പരിക്ക്. ഇക്കൊല്ലവും ടീമിൽ കളിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ടീം സെലക്ഷന് വന്ന ഭാസ്കരൻ ഉണ്ണി രാജയുടെ അശ്രദ്ധമായ ബാറ്റിംഗിനിടയിലാണ് സുശാന്തിനെ വീണ്ടും പരിക്കേറ്റത്. ഇവൻ ശങ്കരനുണ്ണി രാജ ഒരു സൂപ്പർ സ്റ്റാറായി കുടുംബം നന്നാക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവൻ സ്വയം ആടിപ്പാടി സംവിധാനം ചെയ്ത ഒരു ആൽബം ഇറക്കി, ബിൽസില. അത് അവന് തന്നെ പാരയായിരിക്കുന്ന കാലം. റെഡി സാർ, ടേക്ക്. അല്ല സാർ, റെഡി അല്ല. എനിക്ക് എന്റെ പഞ്ഞി കാണുന്നില്ല. ചേച്ചി എടുത്ത എന്റെ പഞ്ഞി. ആ, ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ചാവും? ചേട്ടാ ഒരു മിനിറ്റ്. അതെ, ഈ ശവം ഈ ശവം എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? എന്തിനാ? അല്ല, അതിനനുസരിച്ച് എക്സ്പ്രഷൻ കൊടുക്കാനാ. ശവത്തിന് എക്സ്പ്രഷനോ? ആ, ഇതിപ്പോ ഒരു ലോറി ഇടിച്ചു മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയല്ലേ ഭാവം വരൂ. അതല്ല തൂങ്ങി മരിച്ച ഡെഡ് ബോഡി ആണെങ്കിൽ ഇങ്ങനെയും. അതല്ല മാരകമായ വല്ല അസുഖം ഒരു എക്സ്പ്രഷനും വേണ്ട, ചേട്ടൻ വെറുതെ കിടന്നാ മതി. അപ്പൊ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായിരിക്കും. ഓക്കെ, ചേച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയല്ല അല്ലല്ല, മൊബൈലില്. സത്യം പറയാനും പാടില്ല. റെഡി സാർ, റെഡി സാർ. ഓഹ്, ചൊറിഞ്ഞിട്ടും വയ്യ. എന്റെ ബിൽസില ഇതാരെവിടെ കൊണ്ട് കൊടുത്തത്? എന്നെ കാണാൻ ഷാറൂഖ് ഖാൻ, നിന്നെ കാണാൻ നയൻതാര, നമ്മൾ രണ്ടും കൂടിയ പിന്നെ ബിൽസിലാ ബിൽസിലാ ബിൽസിലാ. മനസ്സിൽ ലെട്ടുപൊട്ടി. ബിൽസിലെ കേട്ടാൽ ഹാർട്ടിലാകെ കമ്പിത്തിരികൾ കത്തും. കുമിളപ്പോലുള്ള ജീവിതം ബിൽസിലെ കേട്ടാൽ ഹാപ്പിയാകും. എവിടെ ആ നശിച്ച ശവം എവിടെ? സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ. എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇനി സിനിമ സീരിയൽ അഭിനയം എങ്ങാനും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മുഖത്താസിട്ടൊഴിക്കും ഞാൻ. തക്ക സമയത്ത് ആ ഭാസ്കരൻ സി ഡി എന്നാ നന്നായി, ഇല്ലെങ്കിൽ ഞാനൊരു ഗതിയായേനെ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ. ഇനി ഞാനിത് യൂട്യൂബിൽ കൊടുക്കും. ഹലോ, ഞാനിവിടെ അമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ഫൈറ്റ് സീൻ. ഇതാ അമ്മനാത്തോന്റെ അച്ഛനല്ലേ? അത് വേറെ ആരും അമ്മയുടെ നാത്തൂര. നീ വാ, അത് അയാളൊന്നും അല്ല. നീ സീരിയൽ അഭിനയിക്കാൻ വന്നല്ലേ? അല്ല, ഇത് സിനിമയുടെ ഷൂട്ടിംഗ് തന്നെയാ. സത്യം പറയുന്നത് സീരിയലിന്റെ ഷൂട്ടിംഗ് അല്ലേ? അതെ അതെ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു ശങ്കു. ഞാൻ ഭയന്നു നീ വല്ല സിനിമയിൽ അഭിനയിച്ച് വഴിതെറ്റി പോവെന്ന്. ഇതിപ്പോ സീരിയൽ എന്ത് നല്ല കാര്യമാണ്. എത്ര കുടുംബങ്ങൾക്ക് നീ വഴികാട്ടിയാവും. ഐ ആം സോ ഹാപ്പി. ഇതും നിന്റെ ബിൽസിലെ പോലെ. അയ്യോ,
എന്താ? ഒന്നുമില്ല, വന്നേ വാ. ഇത് വെറും എൻ്റെ ഹോബി മാത്രമാണ്. പപ്പ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകും വരെ മാത്രം. ഐ ടോൾഡ് യു ബിഫോർ, റൈറ്റ്? അതൊക്കെ പോട്ടെ, നിന്റെ അടുത്ത് ഇവിടെ ഞാനുണ്ടെന്ന് ആരാ പറഞ്ഞു? ഹൂ ടോൾഡ് യു ദാറ്റ്? യുവർ കസിൻ റാം. ഓ റാം, ഞാൻ ഊഹിച്ചു. കം കം കം.